എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. നമ്മളിന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് 41 തസ്തികകളിലേക്ക് കേരള PSC പുതിയ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ വിജ്ഞാപനമെന്നും അതുപോലെ തന്നെ റദ്ദായിട്ടുള്ള ലിസ്റ്റുകളിൽ നിന്ന് 500ഓളം പേര് കേരള PSC റീഅപ്പോയിന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണെന്നും അതുപോലെ തന്നെ നമ്മുടെ KSRTCയിൽ അപ്പോയിൻമെന്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരള PSC പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിലവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നിലവിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിലവിൽ ഏകദേശം 1800ഓളം വേക്കൻസികൾ നമുക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത. അതെല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് 41 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം ഉടൻ ഉണ്ടാകുന്നു. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ 1 KSFE, 2 KSEB, ബാക്കിയുള്ളത് കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പലരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള ജോലി തന്നെയാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് നിലവിൽ ഏകദേശം 458ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ജില്ലാ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ 458 വേക്കൻസീസ് ആണ് നിലവിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്തിൽ നിന്ന് 18 വേക്കൻസീസും കൊല്ലത്തിൽ നിന്ന് 9 വേക്കൻസീസും പത്തനംതിട്ട 69 വേക്കൻസീസ് ആണ് നിലവിൽ നമ്മുടെ കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ളത്. പിന്നെ കോട്ടയത്തിലേക്ക് 10 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് 96, ഇടുക്കിയിലോട്ടാണ്. അതിൻ്റെ താഴെ എറണാകുളത്ത് 36 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ 30, പാലക്കാട് 59, മലപ്പുറത്ത് 14, കോഴിക്കോട് 8, വയനാട് 98 ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ 7 ഉണ്ട്, കാസർഗോഡ് 4 ഉണ്ട്. ആകെ മൊത്തത്തിൽ 458 വേക്കൻസീസ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ശ്രദ്ധിക്കുക, വയനാടാണ്. 2ാം സ്ഥാനത്ത് ഇടുക്കിയാണ്, 96 ഉണ്ട്. അതിൻ്റെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട 69 വേക്കൻസീസ് ആണ് നിലവിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വേക്കൻസീസ്, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഫെബ്രുവരി 28-ാം തീയതിയിലേക്ക് കേരള PSC പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്ന ഗസറ്റിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലഭിക്കുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലാസ്സുകൾക്കും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു വാർത്തയിലേക്ക് പോകാം. റദ്ദായ ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്താനായിട്ട് കേരള PSC നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആരോഗ്യ മേഖലയിലേക്കാണ്. ആരോഗ്യ മേഖലയിൽ നിലവിൽ 500-ൽ കൂടുതൽ പേരെ അപ്പോയിന്റ് ചെയ്യാനാണ്. നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റുകൾ തന്നെ റദ്ദാക്കിയ ലിസ്റ്റുകളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് 500 പേരെ റീഅപ്പോയിന്റ് ചെയ്യാനായിട്ടാണ് കേരള PSC നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടക്കാനായിട്ട് പോകുന്നത് സ്റ്റാഫ് നഴ്സ് വിഭാഗത്തിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാഫ് നഴ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നതിൽ 300 പേരെ കൂടി, എന്ന് വെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള റദ്ദായ ലിസ്റ്റിൽ നിന്ന് 300 പേരെ കൂടിയാണ് നിലവിൽ കേരള PSC അപ്പോയിന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200ഓളം അപ്പോയിന്റ്മെന്റ്സ്. പിന്നെ നടക്കാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് സർജൻ, UP ടീച്ചർ, വാട്ടർ അതോറിറ്റിയിലേക്കും കൂടി ബാക്കി 200 വേക്കൻസിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതേപോലെ റദ്ദാക്കിയ അപ്പോയിന്റ്മെന്റ്സ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആരോഗ്യ വകുപ്പിലേക്കാണ്. നമുക്കറിയാം കോവിഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വകുപ്പാണ്. അതിൻ്റെ താഴെ വരുന്ന ഏതാണ്? നമ്മുടെ പോലീസ് വിഭാഗമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് KSRTCയുടെ അപ്പോയിൻമെന്റ് നിലവിൽ കേരള PSC നിയമനം ഇനി ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, KSRTCയിലെ ഡ്രൈവർ കണ്ടക്ടറിൽ PSC നിയമനം ഇനി ഉണ്ടാവത്തില്ല. അതൊരു സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതിന് മിക്കവാറും കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ഏജൻസികളിലേക്ക് മാറാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവറിന്റെ നിയമനവും ഇനി നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. നില മെച്ചപ്പെടുകയാണെങ്കിൽ ഡ്രൈവർ കം കണ്ടക്ടറിന്റെ അക്കൗണ്ട്സ് ഓഫീസ് നിയമനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നിലവിൽ KSRTCയിലെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുകയാണെങ്കിൽ മാത്രം ഡ്രൈവർ കം കണ്ടക്ടറിന്റെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗത്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കൂടി ഇനി കേരള PSC നടത്തുമെന്ന് പറയുന്നുണ്ട്. നിലവിൽ 7500 ജീവനക്കാരാണ് നിലവിൽ അധികപ്പറ്റായിട്ട് നമ്മുടെ KSRTCക്കകത്തുള്ളത്. പക്ഷേ ഈ 7500 പേരെ കൂടി മാറ്റാനായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് സ്വയം വിരമിക്കാനുള്ള ഒരു ചാൻസ് കൂടി ഈ 7500 പേർക്ക് കൂടി കൊടുക്കുകയാണ്. നിലവിൽ നമ്മുടെ KSRTC ഭയങ്കര നഷ്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ
ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ഈ ആഴ്ചയിലെ കേരള PSCയുടെ അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേരള PSC പിന്നെയും പരീക്ഷകൾ നടത്തി തുടങ്ങിയാണ്. 26-ാം തീയതി എക്സൈസിൻ്റെ പരീക്ഷയുണ്ട്, അടുത്ത മാസം 20-ാം തീയതി സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഉണ്ട്, 18-ാം തീയതി നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠനവുമായിട്ട് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടും ബാക്കപ്പും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സും വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.